ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഒരു BGM ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരിക. വിജയുടെ തമിഴ് മൂവിയായ തെറി എന്ന് പറഞ്ഞ പടത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ചെയ്തിരിക്കുന്നത്. ഉഞ്ഞാലെ എന്നാലും എൻ ജീവൻ വാടുതേ എന്ന് പറയുന്ന ആ ഒരു ഫിലിം സ്കോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് കേട്ടു നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഇതിൽ ഫസ്റ്റ് ചെയ്തത് ഞാൻ ഓരോ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഉന്നാലെ എന്നുള്ള പിയാനോയുടെ ഒരു പാറ്റേണാണ് ചെയ്തത്. അതിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ഉന്നാലെ എന്നുള്ള പിയാനോ പാറ്റേൺ, അവിടെ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് FL സ്റ്റുഡിയോയിൽ തന്നെയുള്ള സ്റ്റോക്ക് VST ആണ്. FL കീസ് എന്ന് പറയുന്ന VST ആണ് എടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ആ നോട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, VST എടുത്തിട്ട് നമ്മൾ പിയാനോയിലേക്ക് പോയിട്ട് ഞാനിവിടെ ചെയ്ത ഈ വർക്ക് D മൈനറിലാണ്. ഇപ്പം സ്കെയിൽ ഹൈലൈറ്റിംഗ് എടുക്കുക, D മൈനർ എടുക്കുക, അതിൻ്റെ സ്കെയിൽസ് എല്ലാം ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പിച്ച് ഒരു നോർമൽ പിച്ചാണ്. ഇതിനോട് പിച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഡി ഷാർപ്പ് അല്ലെങ്കിൽ E ഫ്ലാറ്റ്, അതിന് കുറച്ചുകൂടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ E എടുക്കുക, E മൈനർ എടുക്കുക, അല്ലെങ്കിൽ F മൈനർ അല്ലെങ്കിൽ F ഷാർപ്പ് മൈനർ എടുക്കുക. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. നിങ്ങളിപ്പം ഇതിൻ്റെ പിച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് D ഷാർപ്പ് മൈനർ കൊടുത്താൽ മതിയാവും, പിച്ച് കൂടും. അങ്ങനെ അല്ലെങ്കിൽ E മൈനർ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇനി നമ്മൾ ഒന്നെങ്കിൽ MIDI കീബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ MIDI കീബോർഡിൽ നിങ്ങൾ വായിക്കുക. മ്യൂസിക് വായിക്കാൻ അറിയാവുന്നതാണെങ്കിൽ വായിക്കുക, അല്ലാത്തവർ നമ്മൾ തന്നെ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ B വരത്തില്ല നോട്ടായിട്ട്. ഇത് ഇവിടെ C ഷാർപ്പ് എക്സെപ്ഷനായിട്ട് ചില നോട്ടുകൾക്ക്, പാട്ടിൻ്റെ നോട്ടുകൾക്ക് വരും. അതാണ് ഈ C ഷാർപ്പ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ D ഫ്ലാറ്റ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പാട്ടിനെ കുറച്ചുകൂടെ ബ്യൂട്ടി കിട്ടാൻ വേണ്ടിയായിരിക്കും അത് മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ ചെയ്യുക. അപ്പോൾ അത് അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ നോട്ട് ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്ന് പ്ലേ ചെയ്ത്, ഇപ്പോൾ ഇവിടെ നോട്ട് ഇട്ടിരിക്കുന്നതാണ്, അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്ത ഞാൻ ഇവിടെ ചെയ്തത് ഇതിൻ്റെ വെലോസിറ്റിയിൽ കുറച്ച് വേരിയേഷൻസ് നമ്മളിങ്ങനെ ചെയ്തെടുത്താൽ മതിയാവും. അങ്ങനെ കുറച്ച് വേരിയേഷൻസ് ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത് രണ്ടാമതായിട്ടുള്ള പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നാലെ പിയാനോ വിത്ത് കോഡ്സ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ എടുത്തിട്ട് അതേ ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അവിടെ ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കോഡും കൂടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഇങ്ങനെ കോഡ്സും കൂടെ ചേർത്ത് അത് ക്രിയേറ്റ് ചെയ്തെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടി പിയാനോയുടെ തന്നെ ഒരു ബേസ് പോലെയുള്ള ഒരു സൗണ്ട് കൂടെ കിട്ടാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്തിരിക്കുന്നത്. അടുത്ത പാറ്റേണായിട്ട് എടുത്തത് ഒരു മെലഡി വോയിസാണ് എടുത്തിരിക്കുന്നത്. ക്ലാരറ്റ്. ഓക്കെ, ഇവിടെയാണ് ആ മെലഡി
അത് നെക്സസിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. രണ്ടാമത്തേത് നെക്സസിൻ്റെ എക്സ്പാൻഷനിലെ ഡാൻസ് ഓർക്കസ്ട്രയിൽ ഉള്ള ഒരു പ്രീസെറ്റാണ് എടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ ആദ്യത്തെ പിയാനോയുടെ അതേ കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് ഒരു ഇത് കിട്ടാൻ വേണ്ടി മാത്രം ഇട്ടിരിക്കുന്നേ ഉള്ളൂ. അടുത്ത എടുത്തിരിക്കുന്നത് സ്ട്രിങ്സ് ആണ്. സ്ട്രിങ്സ് ഒന്ന് കേട്ട് നോക്കാം. സ്ട്രിങ്സിനായിട്ട് എടുത്തിരിക്കുന്ന VST എന്ന് പറയുന്നത് കോണ്ടാക്റ്റിലെ സ്ട്രിങ്സ് ഓഫ് അനാറ്റോലിയ എന്ന് പറയുന്ന സ്ട്രിങ്സാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഗലാറ്റ സ്ട്രിങ്സ് തേർഡാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ വിലപിടിപ്പുള്ള ഒരു സ്ട്രിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫീലിംഗ് കിട്ടുന്ന ഒരു സ്ട്രിങ് ആണ്. മിക്ക മ്യൂസിക് കമ്പോസേഴ്സും അവരുടെ ഫിലിം ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രിങ് ആണ് ഈ സ്ട്രിങ്സ്. പ്രത്യേകമായിട്ട് ഈ ബാഹുബലി എന്ന് പറഞ്ഞ പടത്തിൽ ഉപയോഗിക്കുന്ന പ്രീസെറ്റ് എല്ലാം ഈ സ്ട്രിങ്സിൽ നിന്നുള്ളതാണ്. വളരെ ഫീലിംഗ് കിട്ടാനും അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെപ്ത്ത് കിട്ടാനും പാട്ടിന് ഡെപ്ത്തും കിട്ടാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ ഇതിലും ഞാൻ അതേ നോട്ട്സ് തന്നെ ഇങ്ങോട്ട് കോപ്പി ഇട്ടിരിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ വെലോസിറ്റിയിലും കുറച്ച് വേരിയേഷൻസ്, ഇവിടെ വെലോസിറ്റി നമുക്ക് എടുക്കാം, ഇങ്ങനെയുള്ള ഓപ്ഷനുണ്ട്. ഇത് വെലോസിറ്റിയിൽ ഞാൻ കുറച്ച് വേരിയേഷൻസ് വരുത്തിയെടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അടുത്തത് ബേസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സബ് ബേസും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും കോഡ്സുകൾ, ഒന്നെങ്കിൽ അതിൻ്റെ റൂട്ട് കോഡ്സ് തന്നെ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഇപ്പോൾ ആ D മൈനറിലുള്ള ഏതെങ്കിലും വൈറ്റ് സ്കെയിലുകളുണ്ട്. ഈ സ്കെയിലുകളിലുള്ള ഏതെങ്കിലും നോട്ട്സ് നിങ്ങൾ എടുത്താൽ മതിയാവും. അങ്ങനെ അത് മാച്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും കോഡ് എടുക്കുക. അതിനുശേഷം ലാസ്റ്റായിട്ട് എടുത്തിരിക്കുന്നത് പാഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പാഡിൽ നെക്സസ് എന്ന് പറയുന്ന അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ സ്ലോ സെൽസ് എന്ന് പറയുന്ന ക്ലാസിക്കലിൽ സ്ലോ സെൽസ് എന്ന് പറയുന്ന ഒരു പ്രീസെറ്റാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ചുകൂടെ ഒരു ബ്യൂട്ടി കിട്ടാനും ഒരു ഡെപ്ത്ത് കിട്ടാനും വേണ്ടിയാണ്, ഒരു ഫീലിംഗ് ബാക്ക്ഗ്രൗണ്ട് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് അത് ഫുള്ളായിട്ട് എടുത്തിരിക്കുന്നത്. ഇതാണ് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി മിക്സറിൽ ചെയ്തിരിക്കുന്ന കുറച്ച് മിക്സിങ് കാര്യങ്ങളെല്ലാം നോക്കുക. ഒന്നാമതായിട്ട് ഇതിൻ്റെ വോയിസിൽ ഒന്നാമത്തെ വോയിസിൽ എഫക്റ്റ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. എഫക്റ്റ് ട്രാക്കാണിത്. എഫക്റ്റ് ഇല്ല ഒന്ന് കേട്ട് നോക്കാം. ഞാൻ ഇവിടെ കുറച്ച് എഫക്റ്റ് കൊടുത്തിരിക്കുന്നത് ലിമിറ്റിംഗ് കുറച്ച് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കംപ്രസിങ്ങും അതുപോലെ തന്നെ ഗെയിനും കുറച്ച് കൂട്ടുകയും ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണത്. അതുപോലെ തന്നെ റീവർബ് കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ചേർന്നുള്ളതാണ്. വിത്തൗട്ട് എഫക്റ്റാണ് ഇത്, വിത്ത് എഫക്റ്റ്. ഇനി അടുത്തത് യൂസ് ചെയ്തിരിക്കുന്നത്, അടുത്തത് സ്ട്രിങ്സിലേക്ക് നമുക്ക് പോകാം. സ്ട്രിങ്സിലും ഇതുപോലെ തന്നെ ഇതിൻ്റെ എഫക്റ്റുകളൊന്നും ഇല്ല ഒന്ന് കേട്ട് നോക്കാം. വോയിസ് വളരെ കുറവാണ്. വിത്ത് എഫക്റ്റ്. ഫസ്റ്റ് ഞാനിവിടെ ഒരു ഈക്വലൈസിങ് ചെയ്തിട്ടുണ്ട്. ഈക്വലൈസിങ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സബ് ബേസ് എല്ലാം കുറച്ചിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മിഡ് ഫ്രീക്വൻസികൾ കുറച്ച് വേരിയേഷൻ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് കുറച്ച് കംപ്രഷൻ നടത്തിയിട്ടുണ്ട്. കുറച്ച് ഗെയിൻ കൂട്ടി കുറച്ച് ചെറിയൊരു കംപ്രഷൻ നടത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് എഫക്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അതിൽ. അപ്പോൾ വിത്ത് എഫക്റ്റും വിത്തൗട്ട് എഫക്റ്റും ഒന്ന് കേട്ട് നോക്കാം. വിത്തൗട്ട് എഫക്റ്റ്, വിത്ത് എഫക്റ്റ്. അത്രയും വേരിയേഷൻസ് ആണ് അതിൽ വരുത്തിയിരിക്കുന്നത്. ഇനി അടുത്തത് ബേസിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബേസിൽ ഞാൻ ഈക്വലൈസിങ് ലോ എൻഡ് കുറച്ച് കൂട്ടുകയും ഹൈ എൻഡ് കുറച്ച് കട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതാണ് മെയിനായിട്ടുള്ള ചെയ്തിരിക്കുന്ന വേരിയേഷൻ. അടുത്തത് പിന്നെ പിയാനോയിൽ കുറച്ച് വേരിയേഷൻ. പിയാനോയിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാനിത് അതിൻ്റെ വോയിസ് കുറച്ച് കൂട്ടി അതിൻ്റെ വോളിയം കുറച്ച് കൂട്ടാനായിട്ടൊരു പ്ലഗിൻ ലിമിറ്റിംഗ് കുറച്ചൊക്കെ ചെയ്തു. രണ്ടാമതായിട്ട് ഈക്വലൈസിങ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഈക്വലൈസിങ് ഇല്ല ഒന്ന് കേട്ട് നോക്കാം. ഒരു ഷാർപ്പ് വോയിസ് കിട്ടാൻ വേണ്ടി കുറച്ച് ഈക്വലൈസിങ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ കംപ്രഷൻ കുറച്ച് ചെയ്തിട്ടുണ്ട്. ലിമിറ്റർ വെച്ച് ഇവിടെ കുറച്ച് കംപ്രഷനൊക്കെ നടത്തിയിട്ടില്ലല്ലോ. ഇവിടെ കുറച്ച് കംപ്രഷൻസ് നടത്തിയിട്ടുണ്ട്. അതാണ് ചെയ്തിരിക്കുന്നത്.
പിന്നെ കുറച്ച് ഇഫക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇത്ര എഫക്റ്റ് അതിന് കൊടുത്തിട്ടുണ്ട്. വിത്തൗട്ട് എഫക്റ്റ് നമുക്കൊന്ന് കേട്ട് നോക്കാം. വിത്ത് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിക്സിങ്ങിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിൽ മാസ്റ്ററിങ് ചെയ്തിട്ടില്ല. മാസ്റ്ററിങ് ചെയ്യാനായിട്ട് ഇവിടെ ഓൾറെഡി ഡീഫോൾട്ടായിട്ടുള്ള മാസ്റ്ററിങ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഡീഫോൾട്ടായിട്ട് അതങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊരു മിക്സിങ് മാത്രമാണ് നടത്തിയിരിക്കുന്നത്. ഞാൻ മിക്സിങ്ങിനെ പറ്റി വേറൊരു ഫുൾ വീഡിയോ നന്നായിട്ട് അതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷൻ എല്ലാം കൊടുത്ത് ഇടുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഏത് ഫിലിമിലും നമ്മളത് ഫസ്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്ന് അത് വായിച്ചെടുക്കുക, അല്ലെങ്കിൽ അത് ഇതിനകത്ത് കമ്പോസ് ചെയ്ത ശേഷം അതിന് പാഡും അതുപോലെ തന്നെ സ്ട്രിങ്സും മറ്റ് പല ഇൻസ്ട്രുമെൻസും കൊടുത്ത് അതിൻ്റെ എഫക്റ്റ് കൂട്ടുകയും എല്ലാം ചെയ്തുകൊണ്ട് നമുക്കത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഇത് ആദ്യമായിട്ട് കാണുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇനിയും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.